ഇപ്പം പറയാമോയെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയാണ് പറയേണ്ടത് എന്നും എനിക്കറിയില്ല. എന്നാലും പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. സംഗതി അമേരിക്കക്കാരെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു. ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാത്ത ഒരാളിനെ തിരഞ്ഞെടുത്ത് വെച്ചിട്ട് ഈ ലോകം മുഴുവൻ ഇടങ്ങേറുണ്ടാക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും കൂടി വോട്ട് കൊടുത്ത് ജയിപ്പിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും വലിയ വിഷമവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്നത്. മാനസിക രോഗത്തിന് വ്യത്യസ്ത രൂപങ്ങളും ഭാവങ്ങളും ഉണ്ട്. ഡിലൂഷൻ ഉണ്ട്, ഹാലൂസിനേഷൻ ഉണ്ട്, പിന്നെ ന്യൂറോസിസ്, സൈക്കോസിസ് എന്നൊക്കെ പറയുന്ന പല കാറ്റഗറി ഉണ്ട്, ഷീസോഫ്രീനിയ ഉണ്ട്, ഒരുപാട് തരം മാനസിക രോഗമുണ്ട്. ആ മാനസിക രോഗിയായിട്ടിരിക്കുന്ന ആൾ ഒരു വലിയ ആയുധവും അധികാരവും സമ്പത്തുമൊക്കെ ഉള്ള ഒരു രാജ്യത്തെ നയിച്ചാൽ എങ്ങനെ ഇരിക്കും? ഒരൊറ്റ പ്രസ്താവന ഇന്നലത്തെ കണ്ടാൽ മതി പുള്ളിയുടെ സ്ഥിരബുദ്ധിക്ക് കാര്യമായ കുഴപ്പമുണ്ടെന്നറിയാൻ. ആരുടെയാ? നമ്മുടെ ട്രംപിൻ്റെ സ്ഥിതി എന്താ? പണ്ട് ഞാൻ കണ്ടുപിടിച്ചേ യുറീക്ക എന്നും പറഞ്ഞിറങ്ങി മുണ്ടില്ലാതെ ഓടിയ ഒരു ശാസ്ത്രജ്ഞൻ്റെ കഥ നമ്മൾ എപ്പോഴും വായിക്കാറുള്ളതാണ്. ഇപ്പോൾ അതേ അവസ്ഥയിലാണ് ട്രംപിനും. പുടുത്തം മൊത്തം പോയി. അടി വയറ്റിൽ ഒരുപാട് കിട്ടി, കണക്കിന് കിട്ടുന്നുണ്ട് അടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കും, ഇറാൻ്റെ 100% ആയുധവും എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ കയ്യിലിപ്പോൾ ഒന്നുമില്ല. അവർ ടെഹ്റാൻ തെരുവീതികളിലും ഇറാൻ്റെ പരിസര പ്രദേശങ്ങളിലും ആക്രി പറക്കിയും പൊട്ടാസ് പൊട്ടിച്ചും ഊത്താമ്പട്ടി ഉണ്ടാക്കിയും പേപ്പർ വിമാനം ഉണ്ടാക്കിയും പറത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇയാളുടെ കയ്യിൽ മാത്രമാണുള്ളത്. ഇനി അടുത്ത സംഭവിക്കാൻ പോകുന്നത് ചൈനയും റഷ്യയും ഫ്രാൻസും എല്ലാം യുദ്ധക്കപ്പലുകൾ എങ്ങോട്ടയക്കും? ഹോർമുസ് കടലിടുക്കിലേക്ക് അയക്കും. ഹോർമുസ് കടലിടുക്കാണ് പുള്ളിയുടെ ഉള്ളിലെ നൊമ്പരം എന്നർത്ഥം. ചൈന ഇയാൾ പറഞ്ഞാൽ ഉണ്ടാക്കാനിരിക്കുന്ന രാജ്യമാണെന്നാണ് ഇയാളുടെ വിചാരം. ഫ്രാൻസും പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളുമെല്ലാം യുദ്ധക്കപ്പലുകൾ അങ്ങോട്ടയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതങ്ങോട്ടയക്കുമ്പോൾ ഞാൻ കരയ്ക്ക് നിന്ന് ബോംബിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്തു ചെയ്യും? 2 സൈഡിൽ നിന്നും വെടിവെക്കും. അപ്പം നടുക്ക് യുദ്ധക്കപ്പൽ, അപ്പുറവും ഇപ്പുറവും ബോംബിടിയിൽ, വേറൊരു സ്ഥലത്തുനിന്ന് വെടിവെപ്പ്. അപ്പോൾ എന്തു ചെയ്യും? ഹോർമുസ് കടലിടുക്ക് ഇങ്ങനെ വിടർന്ന് വലുതാവും. നമ്മുടെ മണി പേഴ്സ് തുറക്കുന്ന പോലെ തുറക്കും. അതിലേക്കൂടെ തള്ളി അങ്ങ് കയറും. എന്തോ ഒരു കഷ്ടമാണെന്ന് നോക്കണേ, എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ, എന്തൊരു മാനസികാവസ്ഥയാണെന്ന് നോക്കണേ. ഇയാളെപ്പോലെ ഉള്ളവരാണ് ലോകത്തിൻ്റെ യുദ്ധവും സമാധാനവും തീരുമാനിക്കുന്നത് എന്ന് വന്നാലുള്ള സ്ഥിതി എന്താ? കഷ്ടം. എല്ലാവരും പ്രാർത്ഥിക്ക് അറിയാവുന്ന ദൈവങ്ങളോടൊക്കെ ഇവൻ്റെ ഷർറിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി.